അപ്പൊ നമ്മളൊരു പുതിയ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കുട്ടി പാട്ടുകാരും ഈ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും ആ പാട്ടൊക്കെ പഠിച്ചെല്ലാം ഇവിടെ പാടി തകർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം. വെൽക്കം മധു അങ്കിൾ, ആരി ചേച്ചി, MJ അങ്കിൾ. ആരി ചേച്ചി, പെർഫോമൻസ് സോങ് ആയാലോ? മൈ ഫേവറേറ്റ് റൗണ്ട് എവർ. അത് ഫേവറേറ്റ് ആണ്. അതെ, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. പിന്നെ ആണോ? ഭയങ്കര ഡാൻസറോ? നിങ്ങളൊക്കെ വരികയാണെങ്കിൽ മധുചേട്ടനാണ് ഇവിടെ എക്സ്പെർട്ട്. ഫേമസ് ഡാൻസർ ആണിത്, ആര്യ ദയാൽ. ഞാൻ പെർഫോമർ, ഇത് ഡാൻസർ. നമുക്ക് കണ്ണൂരിൽ നിന്ന് ഒരാൾ വരാനുണ്ട്, എന്നിട്ട് കളിക്കാം. ഓക്കെ, അപ്പോ കണ്ണൂരിന്റെ സ്വന്തം പാട്ടുകാരൻ ജഗത് കുട്ടൻ എത്തുകയാണ്. വെൽക്കം ജഗൻ ഓൺ സ്റ്റേജ്. സ്റ്റൈലിഷ് ആയിട്ടാണല്ലോ വന്നിരിക്കണേ. ആ ജീൻസിൽ എന്താ ഒരു പാട് സൈഡില്, ആ സൈഡില് ഇപ്പുറത്തും ഡിസൈൻ ആണല്ലേ? ഓ, കൊള്ളാം, നന്നായിട്ടുണ്ട്. കഴുത്തി കിടക്കണ വള്ളികൾ കണ്ടണം. ഇതാണോ? അത് ബനിയന്റെ ഡിസൈൻ ആണോ? ഓ, അതിന്റെ ഡിസൈൻ ആണ്. ഓക്കെ. ജഗ്ഗു, എന്താടാ പരിപാടി? പാട്ടുപാടൻ. അതന്നെ. ഏത് പാട്ട് പാടാനാ ജഗ്ഗുവിന്റെ പരിപാടി? ചെല്ലക്കാറ്റെ ചൊല്ലി. അടിപൊളി പാട്ടാണല്ലോ അത്. രാജാ സാറ് സംഗീതം ചെയ്താന്നറിയാം അല്ലേ? ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് അല്ലേ? ഉഗ്രം പാട്ട്. ഇനി ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് ദാസേട്ടൻ, സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, വർഷം 2000, അഭിനയിച്ചത് ജയറാമംഗളും കാളിദാസ് ജയറാം ചേട്ടനും, മൂവി ഡയറക്ടർ സത്യനന്ദിക്കാട് സാർ. വേറെ ആരും അഭിനയിച്ചിട്ടില്ലേ? നായികമാരെ വിട്ടുപോയി. ഇനിയും കുറെ പേരുണ്ട്. ലക്ഷ്മി ഗോപാൽസ്വാമി, ഭാനുപ്രിയ, ഇവരൊക്കെ ഉണ്ട് കേട്ടോ. ജഗ്ഗു, ഹാപ്പി അല്ലേ? ഹാപ്പി. പാടി ഹാപ്പി ആക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റ് നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്. ആഹാ. വെരി ഗുഡ് മോനെ, വെരി താങ്ക് ഗുഡ്. യു സർ. ജഗത് കിഷോര ചന്ദ്രശേഖര. എന്തോ ഹല ഹലോ ഹല ഹല. എനിക്ക് ഇന്നത്തെ പെർഫോമൻസിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാം? ഡാൻസ്. ആ ഡാൻസിൽ ഒരു കറക്ക് മെഷീൻ ഉണ്ട്. ആ മെഷീൻ നന്നിട്ട് കറങ്ങിക്കൊണ്ടിരുന്നു ആദ്യം. അതെ, അതെ. പിന്നെ റോബോട്ട് ഉണ്ടായിരുന്നു, റോബോ. അതായത് അതും ഉണ്ടായിരുന്നു. പിന്നെ ജോഗിങ് ഉണ്ടായിരുന്നു അത് തുടക്കത്തിൽ. തുടക്കത്തിൽ. അപ്പൊ കറക്ക് മെഷീൻ, ജോഗിങ്, പിന്നെ റോബോട്ട്, പിന്നെ വേറെന്തായിരുന്നു? അതെന്താണ്? ഈ പാട്ടിത്തെ സീനിലുണ്ട്. ഞാൻ വെച്ചു മറ്റേ ഉസൈൻ ബോൾട്ട് അല്ലേ പറഞ്ഞു, ഉസൈൻ ബോൾട്ടിനെ കാണിക്കുന്ന വെച്ചു ഇങ്ങനെ. ഞാൻ വെച്ചു നീ 100 മീറ്റർ റേസ് ഒക്കെ കണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണിച്ചു. അതൊന്നല്ല, സിനിമയിൽ അതായിരിക്കും ഉദ്ദേശിച്ചിനി. സിനിമയിൽ അതായിരിക്കും ഉദ്ദേശിച്ചിനി. അത് ശരിയാ. അത് ശരിയാ. മധു ഒരുപാട് പാട്ട് രാജ സാറിനെ പാടിയിട്ടില്ലേ? അതെ, ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. നമ്മൾ ഒരിക്കൽ ഒന്നിച്ച് രാജ സാറിന്റെ ഒരു റെക്കോർഡിങ്ങിന് പോയത് ഓർമ്മ? അതെ, 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 അതെ. മധുവാണ് എന്നെ ആദ്യമായിട്ട് രാജ സാറിന്റെ റെക്കോർഡിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കിപ്പോഴും ആ ഒരു മോമെന്റ് ഓർമ്മയുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ തുറിച്ചിങ്ങനെ എന്നെ നോക്കുന്നു. അതെങ്ങനെയാ നോക്കുക പെട്ടെന്ന് പരിചയമില്ലാത്തവരൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കണേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാനവിടെ ഇരുന്നു. അപ്പൊ മധു പറഞ്ഞു ഇത് ജയചന്ദ്രൻ, അത്രേ ഉള്ളൂ. എന്റെ അടുത്ത് പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ ആണെന്നൊന്നും പറയണ്ട, ഒരു ഫാനാണെന്ന് മാത്രം പറഞ്ഞു. അത് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം തന്നെ വെളിയിലാക്കും. അപ്പൊ എന്തായാലും അങ്ങനെ കുറച്ചു നേരം രാജസാറുമായിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, രാജസാർ ഇങ്ങനെ കൺസോളിൽ തന്നെ മൈക്ക് വെച്ചിട്ട് അങ്ങനെ കുറെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതാണ്. അതെങ്ങനെ പാടാൻ പറ്റുന്നു? ഇങ്ങനെ രാജസാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മുമ്പിൽ പാട്ടുകാരൻ പാടും. അതെ, അതെ. അതെങ്ങനെയാണ് സാധിക്കണേ? അതായത് ഇപ്പൊ ആര്യതായാലും രാജാ സാറാണെങ്കിൽ ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഇത്ര അടുത്ത് നിന്നാ പാടുന്നത്, കൺസോളില് ഹെഡ്ഫോൺ വെച്ചിട്ട്. അപ്പൊ ടെൻഷൻ ആവൂലേ? എനിക്ക് പിന്നെ അത് ശീലമായി, വഴക്കേട്ട് ശീലമായി. വഴക്കല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ, കളിയാക്കണ പോലെ സംസാരിക്കുള്ളൂ. ചിലവരൊക്കെ വഴക്ക് പറയും. രാജ സാർ ഷോർട്ട് ടെമ്പേർഡാണ്. അങ്ങനെ ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. நான் அப்படி கம்போஸ் பண்ணேன்னா, நான் எப்படி கம்போஸ் பண்ண மாதிரி அப்படியே பாடு, நான் அப்படி கம்போஸ் பண்ணல, உன்னை எதுக்கு இங்க வர வச்சிருக்க கேரளாலேருந்து, ஒழுங்கா பாடுறதுக்கு தான் பாடு. അതാണ് അങ്ങനെയൊക്കെ ഉള്ളൂ. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പോസേഴ്സ് അല്ലേ? സ്റ്റേജിലാണെങ്കിലും റെക്കോർഡിംഗ് പോലെയാ, തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് വീണ്ടും പാടും. ഇത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ശരി, പാട്ടുകാരാണെങ്കിലും ശരി. ഓക്കെ. അപ്പൊ ഇടയ്ക്ക് എനിക്ക് തോന്നിയ ഏതോ ഒരു സ്ഥലം അവിടെ ഞാൻ നിർത്തിയിരിക്കണേ, അതൊന്നുകൂടെ പാടണം. എവിടെന്നറിയാമോ? നമ്മുടെ അനുപല്ലവി. ഇപ്പോഴാണ് ഇതുപോലെ അപ്പ വരണമായിരുന്നു. എന്തുകൊണ്ട് അപ്പ ഇതുപോലെ പാടിയില്ല? പ്യാടി ആണോ? ഭയം. പേടിയുണ്ടോ നിനക്ക്? അതൊന്നുകൂടെ പാടിയേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഗ്രാഫ് എന്നുള്ളത്. ഇപ്പോഴാണ് മാപ്പ് മനസ്സിലായത്. മറ്റേ മാപ്പിൽ എവിടെയോ വന്നിട്ട് പിന്നെ താഴെ നമ്മുടെ കേരളമായി പോയി. പെട്ടെന്ന് ചാടി. ആ ഗുജറാത്തിൽ നിന്ന് പിന്നെ കേരളത്തിലാണ് ചാടി. അത് എന്തോന്നടേ ഇങ്ങനെ കറക്റ്റ് മാപ്പ് വരച്ച് കാണിക്കണ്ടേ? അതുപോലെ വെരി ബിഗിനിങ് അല്ലേ? വൈബ്രൻസ്. എന്താണ് വൈബ്രൻസ്? അത് പോരട്ടെ. 1 2 3. ഈ ഒരു സ്റ്റൈല്, അതായത് ഒരു കുസൃതി, ഒരു ഹാപ്പിനെസ് അതിൽ വേണം. കുട്ടിക്കുറുമ്പി വന്നു കെട്ടിപ്പിടിക്കും, കാണാ കഥ കടയ്ക്കും നീ
പാടി ആ ഒരു സ്റ്റൈലില്. കുട്ടിക്കുരു കുറുമ്പി യെസ്, വന്നു കെട്ടിപ്പിടിക്കും അത് അത് ഓപ്പൺ ആയിട്ടല്ല, കാണാ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പാട്ട് ഇതിലും മനോഹരമായിട്ട് നമ്മുടെ ആർക്ക് പാടാൻ പറ്റും, ജഗത് കിഷോറിന് പാടാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. യെസ് ജഗത് കുട്ട, എന്തോ അതിന്റെ ബാക്കി ഇത് തന്നെ. ആ ഒരു ഫണ്ണ് തോന്നണം. ഇപ്പം ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, അവിടെ അതിമധുരം എന്നൊക്കെ വരുമ്പം അതിമധുരമായിട്ട് തോന്നണം. ചെല്ലക്കാറ്റ് ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട്, അതന്നെ. ആ ഒരു ഫൺ എലിമെന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ. ഇന്നെന്താ സൺഗ്ലാസ് ഒന്നും ഉപയോഗിച്ചില്ലല്ലോ ആ പാട്ടില്? ശരിയാലോ അല്ലേ? ആ മാലയാണോ അത്? മാലയുടെ മോള് കൊളത്തിട്ടെടുക്കുക അവൻ. എവിടെ വെക്കണ്ടേ? ഇപ്പോഴാണ് മിടുക്കനായത്. നല്ല ചിൽ കോസ്റ്റ്യൂം. ഇത് എന്റെ അമ്മയുടെ ഏച്ചി ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ജഗത് കുട്ട, എന്തോ ഇന്നത്തെ സ്കോർ 96.5 out of 100. കുട്ടാ, അപ്പൊ നന്നായി അടുത്ത തവണ പഠിച്ചു വരണം. ഓക്കെ, ടാറ്റ. അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടാറ്റ. മധുവങ്കളെ, അടുത്തത് പെർഫോമൻസ് റൗണ്ടിൽ റിജ്വൽ വരികയാണ്. റിജ്വൽ, അതെ, അവന്റെ ഒരു വരവ് കാണേണ്ട ഒരു വരവാണ്. ഒന്നൊന്നര വരവായിരിക്കും. അതെ, വിളിക്കട്ടെ അപ്പൊ. ഓക്കെ, വെൽക്കം റിജ്വൽ ഓൺ സ്റ്റേജ്. ഇതാര തച്ചോളി ഉദയനോ? പക്ഷെ വാളും പരിചയമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ കുട്ടിച്ചാത്തനാണോ? അംഗം വെട്ടാൻ പോണ പോലെ ഞാൻ വിചാരിച്ചു ഈ വേഷം കണ്ടപ്പോഴേ തച്ചോളി ഉദയനൻ, മറ്റേ ചന്തു, പക്ഷെ ആരോമലുണ്ണി, വാളും പരിചയമൊന്നും ചേട്ടാ. അതില്ല. പക്ഷെ ആ കെട്ടി വെച്ചേക്കണൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അംഗം വെട്ടാൻ വന്നേക്കാണെന്ന്. ഋജുല എന്തോ എന്ത് പറയുന്നു? ഞാനെന്തോ പറയുന്നു, ഒന്നും പറയാൻ കുറച്ച് മന്ത്രങ്ങളെല്ലാം പറഞ്ഞതാ കുട്ടിച്ചാത്തൻ. ഞാൻ മനുഷ്യനാണ്, കുട്ടിച്ചാത്തനെ പോലെ വന്നത്. ആണല്ലേ? ഓ, പക്ഷെ മനുഷ്യനാണ്, കുട്ടിച്ചാത്തന്റെ വേഷം. പക്ഷെ സാധാരണ ശരിക്കും മനുഷ്യനാണ്. ഞാൻ സാധാരണ മനുഷ്യനാണ്. സാധാരണ റിജ്വൽ. സാധാരണ ഇത് റിജ്വലാണ്. ചാത്തന്റെ ആരാ? കുട്ടൂസ്. കുട്ടൂസാണ്. കുട്ടൂസ് ചാത്തൻ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്റെ കുഞ്ഞൂസ് കുട്ടിച്ചാത്തൻ നിൽക്കുന്നു അവിടെ. ഏതാണ് പാട്ട്? മിന്നാമിനുങ്ങും മയിൽക്കണ്ണിയും. യെസ്, വെരി ഗുഡ്. സൂപ്പർ പാട്ടല്ലേ? അതെ 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 അതെ. ഇപ്പൊ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് സിനിമ, അത് മനസ്സിലായി. ഇനി ബാക്കി കാര്യങ്ങളോ? ലിറിക്സ് ബിച്ചു തിരുമല സാറ്, പാടിയത് യേശുദാസ് സാറ്, സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ഇയർ 1989, മ്യൂസിക് ഇളയരാജ സാർ. വെരി ഗുഡ്. മണി 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 പോലെ അതെ അതെ അതെ. മിടുക്കൻ. നമുക്കിന്ന് പാടിയിട്ട് മധുരമഴയൊക്കെ പെയ്പ്പിക്കണം എന്നുണ്ട്. ആണല്ലേ? അങ്ങനെ പെയ്യാൻ സാധിക്കട്ടെ. ഇന്നൊരു വിശേഷമുണ്ട്. എന്താണ്? എന്റെ അച്ഛൻ കൂടി വന്നിട്ടുണ്ട്. ആഹാ, നമസ്കാരം. ആദ്യമായിട്ടാണ്. അതെ. സുഖമായിരിക്കുന്നോ? എന്തൊക്കെയാണ് എന്താ വിശേഷം? പേര്? രാമചന്ദ്രൻ. രാമചന്ദ്രൻ. എങ്ങനെയുണ്ട് നമ്മുടെ മോന്റെ പെർഫോമൻസ് ഒക്കെ? പാടുന്നുണ്ട്, ഇങ്ങനെ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. കാണാറുണ്ടോ പെർഫോമൻസ്? കാണാറുണ്ട്. സൂപ്പർ ആകണേ. അതെ. മിന്നാ
സൂപ്പർ സൂപ്പർ കലക്കി. താങ്ക് യു. ഋജുല എന്തോ? എന്തോന്നായിരുന്നല്ലേ? ഉജ്ജ്വലമായിരുന്നു. താങ്ക് യു. മേസ്ത്രോ ഇളയരാജ സാറിന്റെ പാട്ടല്ലേ? ആ. വലിയൊരു നമസ്കാരം അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിക്കാൻ നോക്കാം. ഫോർ ദിസ് കോമ്പസിഷൻ, ഒരു സീക്വൻസിങ്ങോ പ്രോഗ്രാമിങ്ങോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് വിത്ത് ഫുൾ ഓർക്കസ്ട്ര എങ്ങനെ സിനിമാ പാട്ട്, എങ്ങനെ ഒരു ഫാന്റസി, എങ്ങനെ ഒരു മാജിക്കൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാട്ടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെ. റിജ്വലിനാണെങ്കിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പാടി, ഭയങ്കര എനർജി. ഞാനിന്ന് മിഠായി കൊണ്ടേ പോവുള്ളൂ എന്നും പറഞ്ഞത് ആ തേന്മാവിലോ അത് മേളിലുള്ള പോർഷൻ എങ്ങനെയായിരുന്നു? തേക്ക് തേന്മാവിലോ. അതെല്ലാം മേളില. പാൽപ്പഴഞ്ചാറിലോ. അപ്പൊ മേളിലോട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് പാടണം, താഴോട്ടുള്ളത് ആൻസർ ആയിട്ട് പാടണം. അങ്ങനെ പാടി കേൾപ്പിക്കാമോ? തേന്മാവിലോ പഴഞ്ചാറിലോ പാൽപ്പഴഞ്ചാറിലോ കൽക്കണ്ടിലോ അത് കടഞ്ഞതേതു കൈകളോ അങ്ങനെ വരടാ. അങ്ങനെ വരുമ്പോഴത്തേക്കും റിജ്വലിനൊരു സംശയം, ഇനിയിപ്പോ എവിടെ? അപ്പൊ മിൻ വിട്ടുപോയി അല്ലേ? സാരല്ലടേ, നീ ആണ്ട് എവിടെങ്കിലും എടുത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പേടിച്ചു പോയേനെ. ഇങ്ങനെ നമ്മള് ഞാനാണെങ്കിൽ ഇങ്ങനെ പാടും അങ്ങനെ ആയിപ്പോയനെ. റിജ്വലിനെ അത്രയും നന്നായിട്ട് എടുത്തില്ലേ? അതിനൊരു കൈഡി കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ചരണം എങ്ങനെയാണ് പാടും? വാനോരം കൊട്ടാരം മീനാരം വട്ടാരം. അങ്ങനെ പാടിക്കൂടെ? കൊട്ടാരം വാനോരം കൊട്ടാരം മീനാരം വട്ടാരം മീനാരം വട്ടാരം മീനാരം വട്ടാരം. അത് കഴിഞ്ഞിട്ടാണ് തേക്ക്. തേന്മാവിലോ അങ്ങനെയാണ് വരണേ. അപ്പൊ ആദ്യം കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയാലേ തേക്കിലോട്ട് പോകുമ്പോ എന്താവും? നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണേ. ചില വരികളൊക്കെ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാം. എന്നാലും റിജ്വൽ കുട്ടനെ ഊക്കറായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ റിജ്വൽ കുട്ടാ എന്തോ ഉഷാറായി പാടി. താങ്ക് യു. ഈ കൈ പൊക്കി മുട്ടായി എടുക്കാൻ നോക്കുകയാണോ മേളിന്ന്? അതങ്ങനെ പാടുമ്പോ അല്ലാതെ ഹൈ പോർഷൻ കിട്ടാൻ വേണ്ടിട്ട്. അതെനിക്ക് കിട്ടില്ലേ? കിട്ടും, പക്ഷെ കുറച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. തേമ്പാവ് തേമ്പാവലോ പാൽപ്പഴഞ്ചാറിലോ കിട്ടുന്നുണ്ട്. കൈ ഒരുപാട് ആക്ഷൻ വരുമ്പോഴത്തേക്ക് അത്രയും എഫേർട്ട് ആ കയ്യിൽ പോവില്ലേ? അപ്പൊ നമുക്ക് പാട്ടില് അത്രയും വേണ്ടെന്ന് തോന്നണേ. എന്തുകൊണ്ട് മധു? റിജ്വൽ കുട്ടാ, എന്തോ എനിക്ക് പാടിയത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പ്രത്യേകിച്ച് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പൊ പാടിയപ്പോ. പവർ ഇത്തിരി കൂടിപ്പോയോ എന്നാണ് എനിക്കൊരു സംശയം. പാടിയപ്പോഴേ എനർജി കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു ചില സ്ഥലത്ത്. ഞാൻ കൈ കാണിച്ചായിരുന്നു അല്ലേ? മിന്നാമിനുങ്ങും തുടങ്ങാനായിട്ട്. അതെ, അപ്പോഴാണ് മിനിങ്ങും പാടിയത്. ബാക്കിയുള്ളത് പാടി മിനിങ്ങും. കുറച്ചും കൂടി വേണ്ടത് എന്താന്ന് വെച്ചാല് കുറച്ചും കൂടി ഒരു ഫീൽ കൊടുത്താൽ നല്ല. ഇപ്പൊ മോൻ പാടിയപ്പോ മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും കുളിരുണ്ണുന്ന കാറ്റേ കടം വാങ്ങി വാ എന്നങ്ങനെ പാടിയത്. അത് കുറച്ചും കൂടി മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും കുളിരുണ്ണുന്ന കാറ്റേ കടം വാങ്ങി വാ മഴവിൽ കൊടിയിൽ മഴവിൽ കൊടിയിൽ കുന്നിക്കുരുമണിയിൽ മിഴിയും മനവും സ്വയമലിയുകയായി മിന്നാമി. അങ്ങനെ കേട്ടാ, ഇനി അതാണ് വരുത്താനുള്ളത്. ബാക്കിയെല്ലാം ഓക്കെ. അപ്പൊ ഉഗ്രൻ വേഷം, ഉഗ്രൻ പാട്ട്. അതെ, മാർക്ക് അറിയണ്ടേ നമുക്ക്? റിജ്വൽ കുട്ടന്റെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മിഠായി മഴ പെയ്യിക്കണമെന്ന്. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ആകെ 2 സ്ഥലത്ത് മാത്രം ആ തേക്കും കോറസിന് ഇത് കഴിഞ്ഞിട്ട് തുടങ്ങിയ ആ ഭാഗം കുറച്ച് മിസ്സായി. അത് കാരണം കൊണ്ട് മാത്രം വളരെ കുറഞ്ഞ മാർക്കിൽ ആ മിഠായി മഴ നഷ്ടമായിരിക്കുകയാണ്.
പക്ഷെ മാർക്കൊട്ടും മോശമല്ല. 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. മിടുക്കനാണ് കേട്ടോ. ആ. ഇതുപോലെ പോയി അടിപൊളിയായി പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഒരു മുട്ടായി മഴ പ്രതീക്ഷിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റിജൽ കുട്ട അടുത്ത തവണ മിഠായി മഴ. സെറ്റ്. ഓക്കെ, ടാറ്റാ. ടാറ്റാ. ഓക്കെ. മീനുട്ടി, എന്തോ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് ഏത് ദിവസം, ഓഗസ്റ്റ് 15, ഏത് വർഷം? 1947. എന്റെ മോക്ക് ഇതൊക്കെ അറിയാം. ഒരു എൻസൈക്ലോപീഡിയ ആണല്ലോ. താങ്ക് യു. അപ്പൊ ഇൻഡിപെൻഡൻസ് 1947. അതെ. 1948 മലയാളത്തിൽ നിർമ്മല എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി. അതിൽ 12 or 20 പാട്ടുണ്ടെന്നൊക്കെ പറയുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ. അതെന്താ വെച്ചാ ഏട്ടൻ വരുന്ന ദിനമേ എന്നാണ് ഒരു കുട്ടി പാടുന്ന. അപ്പൊ ഏട്ടൻ ഈ വിദേശ പടക്കായിട്ട് അങ്ങ് പോയിരിക്കുകയാണ്. അപ്പൊ ഏട്ടൻ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പൊ വരുമ്പോഴത്തേക്കും ഈ കുട്ടിക്ക് കുറെ പാവകളും മറ്റൊക്കെ കൊണ്ടുവരും. അത് അരുമ ദിനമേ ഹഹാ ഹഹാ എന്ന് പാടുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് E.A. വാര്യർ, അദ്ദേഹമാണ്. അതുപോലെ ഇത് എഴുതിയിരിക്കുന്നത് മഹാകവി G. ശങ്കർ കുറുപ്പാണ്. പിന്നെ ഇത് പാടിയിരിക്കുന്നത് വിമല B. വർമ്മ എന്ന് പറഞ്ഞ അവരാണ്. അപ്പൊ നമുക്ക് ഏട്ടൻ വരുന്ന ദിനമേ. ഏട്ടൻ വരുന്ന ദിനമേ, ഏട്ടൻ വരുന്ന ദിനമേ, അരുമ ദിനമേ ഹഹാ അരുമ ദിനമേ ഹഹാ ഏട്ടൻ വരുന്ന ദിനമേ, ഏട്ടൻ വരുന്ന ദിനമേ. വിദേശ പടയ്ക്കൽ പലദിനം അകന്നു മരുവും സോദരനെ, വിദേശ പടയ്ക്കൽ പലദിനം അകന്നു മരുവും സോദരനെ. എത്ര ദിനം നയനം, എത്ര ദിനം ഹൃദയം പ്രിയമോടും കൊതിച്ചു കാൺമദിന. എത്ര ദിനം നയനം, എത്ര ദിനം ഹൃദയം പ്രിയമോടും കൊതിച്ചു കാൺമദിന. ഭാഗ്യം പുലരും ദിനമേ, ഭാഗ്യം പുലരും ദിനമേ, അരുമ ദിനമേ ഹഹാ അരുമ ദിനമേ ഹഹാ ഭാഗ്യം പുലരും ദിനമേ, ഭാഗ്യം പുലരും ദിനമേ. വരുമുടൻ അഗ്രജൻ കരതലേ പലതരം പാവകൾ നിറയുമേ. വരുമുടൻ അഗ്രജൻ കരതലേ പലതരം പാവകൾ നിറയുമേ. തൊഴുക സദയമാമരുമ സഹജന നേരുക നിത്യജയം. തൊഴുക സദയമാമരുമ സഹജന നേരുക നിത്യജയം. ഭാഗ്യം പുലരും ദിനമേ, ഭാഗ്യം പുലരും ദിനമേ, അരുമ ദിനമേ ഹഹാ അരുമ ദിനമേ ഹഹാ ഭാഗ്യം പുലരും ദിനമേ, ഭാഗ്യം പുലരും ദിനമേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിമല B. വർമ്മ, അവരാണ് പാടിക്കുന്നത്. 78 വർഷത്തിന് മുമ്പേ. ഇന്നിപ്പോ അവര് പാടി എങ്ങനെ ഉണ്ടാവും? ഏട്ടൻ വരുന്ന ദിനമേ അരുമ ദിനമേ ഹഹാ ഏട്ടൻ വരുന്ന ദിനമേ, വിദേശേ പടയ്ക്ക് പല ദിനം അകന്നു മരുവും സോദരനേ. എത്ര ദിനം നയനം, എത്ര ദിനം ഹൃദയം പ്രിയമോടും കൊതിച്ചു കാൺമതിനായി, ഭാഗ്യം പുലരും ദിനമേ. അപ്പൊ MJ അങ്കിൾ, ഇതാണ് ആ പറഞ്ഞ വീഡിയോ അല്ലേ? അതാണ് ആ പറഞ്ഞ ആൾ. അയ്യോ, ഒത്തിരി സന്തോഷം. എത്ര സന്തോഷമാണ്. ആ അമ്മയ്ക്കൊരു വലിയ നമസ്കാരം അല്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് തന്നെ. അതെ. MJ അങ്കിളെ, ഇനി നമുക്ക് നല്ലൊരു മെലഡി പെർഫോമൻസ് കണ്ടാലോ? So let's welcome അകൈതി കുട്ടി on stage. അതാണ് ഇത് അകൈതി വരുന്ന ദിനമേ, അരുമ ദിനമേ ഹാ ഹഹാ ഹഹാ. അകൈതി കുട്ടി. അകൈതി കുട്ടി, വാട്ട് ന്യൂസ്?
വാട്ട് ന്യൂസ്? ഗുഡ് ന്യൂസ് ഓർ ക്യാ ബാഡ് ഹാൽ ഹെ? ന്യൂസ്? എന്താ എന്ത് വിശേഷം എന്ന്? അതിനെന്താ അതെന്ത് ഏത് കേട്ടത്? ഭാഷയാ ക്യാ പറഞ്ഞേ? ഹാൽ ഹെ എന്ന്? നല്ല ക്യാ വിശേഷം. ഹാൽ ഹെ? ഹിന്ദി പറഞ്ഞാൽ ഓ, മനസ്സിലാവില്ല ഹിന്ദി. എന്തെങ്കിലും പറഞ്ഞോ? എടാ, എന്തെങ്കിലും- ആ, Good news. yes. അതെ, പാട്ട് ഏതാണ്? പാട്ട് കണ്ണാടിപ്പുഴയുടെ കടവത്തുണ്ട്. അത് ശരി. ആരീരോ ആരീരോ ആരീരാരോ അതല്ലേ? ആ. സൂപ്പർ പാട്ടാണേ. വർഷം 1994. പാടിയത് യേശുദാസ് സാറ്. പിന്നെ മ്യൂസിക് മ്യൂസിക് മറന്നുപോയി. വെങ്കടേഷ് എസ് പി വെങ്കടേഷ് സാർ. SP വെങ്കടേഷ് സാറ്. SP വെങ്കടേഷ് സാർ. SP വെങ്കടേഷ് സാർ. yes. അടുത്ത ലിറിക്സ് ലിറിക്സ് ഷിബു എംബറർ. എംപറർ. അതിശ രാജാവിനേക്കാൾ വലിയ ആൾ ആരായിരിക്കും? ചക്രവർത്തി ആ, സാർ. yes. ഷിബു ചക്രവർത്തി സാർ. അപ്പൊ അക്കീതിക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
Very good, very good, മോളെ. ഒരു കുതിരപ്പുറത്ത് പോകുന്നല്ലോ ആ ഉണ്ട്. ഇല്ലേ? ചാടി ചാടി ആ ചാടി. ചാടി ചാടി ചാടി. ആ. അപ്പൊ പാട്ടും ചാടി ചാടിയാണോ പോകുന്നത്? ആ. ആണോ? ആ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആ. അതെന്താ വെച്ചാൽ നമ്മൾ പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ആ. കണ്ണാടി കണ്ണാടി, അത് ഞാനിപ്പോ പാണ്. കണ്ണാടി പുഴയുടെ എന്ന് പറഞ്ഞ അയ്യോ അങ്ങനെ പാടാമോ? പാടിക്കൂടാ അല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? എനർജി ആയിട്ട്. നല്ല കോൺഫിഡൻസ് വരണം. ആ. ഓക്കെ, ആ. 1 2 3 4. കണ്ണാടി പുഴയുടെ കടവത്ത് നിൽക്കണ കണിക്കൊന്ന മലരണിഞ്ഞു. അണി, അവിടെ മെലഡി അണിഞ്ഞു. ആ, കണിക്കൊന്ന മലരണിഞ്ഞു ആദ്യമാ. ആ, അത് സൂപ്പറായിരുന്നു. പക്ഷെ ആദ്യമായി അത്ര ആവശ്യമുള്ളൂ. ആയി. അപ്പൊ എന്തോ സംഭവിച്ച പോലെ. അതൊരു എക്സാജറേഷൻ അല്ലേ? എന്താ വെച്ചാ ആദ്യമായിട്ടാണ് കുഞ്ഞുണ്ടാവണേ. ആദ്യമായിട്ട് കുഞ്ഞുണ്ടാവുന്നതിന്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതാണ് ആദ്യമായി. അത്രേ ആവശ്യമുള്ളൂ. കമോൺ, 1 2 3 4. കണ്ണാടി പുഴയുടെ കടവത്ത് നിൽക്കണ കണിക്കൊന്ന മലരണിഞ്ഞു ആദ്യമാ. ആ, കുറച്ചും കൂടെ. ആ, കുറുപ്പിന്റെ നെഞ്ചത്തോ കളരിയുടെ പുറത്തോ എന്ന് പറഞ്ഞു വരാൻ പാടില്ല. ആ, കറക്റ്റ് അറിയണം, കൃത്യം അറിയണം. അടുത്ത ലൈൻ. കണിമലരികളെ ഉണരുണരിന്റെ ആ, സംഗതി ക്ലാരിറ്റി. ഉണരുണരിന്റെ ആ, രണ്ടേ ആ, രണ്ടേ. ആ, കറക്റ്റ് ആണ്. ആ. അതുപോലെ മേളിലോട്ട് പോകുന്ന പോർഷൻ ഇല്ലേ, അവിടെ എവിടെയോ ശ്രുതി അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് ചേരാത്ത പോലുള്ള ഒരു തോന്നലുണ്ട്. അത് മാറ്റിയെടുക്കണം. എപ്പോഴും പിച്ച് ഓൺ ദ ഡോട്ട് ആവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചില സ്ഥലത്ത് നമ്മൾ കൂടുതൽ പുഷ് ചെയ്താലും പിച്ച് കിട്ടൂല, ചില സ്ഥലത്ത് പുഷ് ചെയ്യണം എന്നാലേ പിച്ച് കിട്ടൂ. അങ്ങനെയുണ്ട്, പല കാര്യങ്ങളാണ്. അതാണ് പാടുന്നത് എന്തൊരു ഡിഫിക്കൽട്ട് ആണല്ലേ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പാട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്തുകൂടായിരുന്നോ അല്ലേ? ഞാൻ SP വെങ്കടേഷ് സാറിനടുത്ത് പറയാം കേട്ടോ, ഇനി പാട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യണം. എന്നാലേ അകൈതി നമുക്ക് പാടാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണോ പാട്ട് അതുപോലെ തന്നെ നമ്മൾ പാടിയേ പറ്റൂ. കേട്ടോ, നല്ല വോയിസ് ആണ്, നല്ല ടാലന്റ് ആണ്, നല്ല പല കഴിവുകളും ഉണ്ട്, നല്ല സ്റ്റേജ് പ്രസൻസ് ആണ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ സംഗീതാത്മകമായിട്ട് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഓക്കെ, അത് വരും, അത് വന്നേ പറ്റൂ, അത് വരുത്തും. ഉറപ്പായിട്ടും വരും. ആ കോൺഫിഡൻസ് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഈ ഒരു പെർഫോമൻസിലേക്ക് എത്തുമ്പോൾ ഉള്ള കോൺഫിഡൻസിന്റെ വ്യത്യാസം ശരിക്കും കാണാണ്ടാക്കിയത് കുട്ടി. അപ്പൊ എന്തായാലും മുന്നോട്ടേക്ക് പോകുന്നേന് MJ സാർ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ അടിപൊളിയായി 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 വേറെ ലെവലാവും നമ്മള് അല്ലേ? കുഞ്ഞിന്റെ വോയിസ് എന്ത് ഇഷ്ടാന്നറിയോ? ഭയങ്കര രസമാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വോയിസ്. ഒരു പ്രത്യേകത, ഒരു ഷാർപ്നെസ് ഉണ്ട് ആ വോയിസിന്. നമ്മുടെ ചെവിയിലോട്ടേക്ക് ഇങ്ങനെ അടിച്ചു കയറും. പിന്നെ നമ്മൾ ആ വോയിസ് മറക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു വോയിസ് ആണ് അഖേദി കുട്ടിയുടെ വോയിസ്. അപ്പൊ പാട്ട് പാടിയാൽ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ കിടക്കും നമ്മുടെ മനസ്സിൽ. അടിപൊളിയാണ് അഖേദി കുട്ടി. നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, നല്ല ശബ്ദമാണ്, കാണാനും നല്ല രസമാണ്, ആള് മൊത്തത്തിൽ സൂപ്പറാണ്. അഖേദി ടീച്ചറെ. എന്തോ ടീച്ചറോ? ആ, അല്ല, പിന്നെ ടീച്ചറിന്റെ വേഷത്തിലല്ലേ വന്നിരിക്കണേ? എല്ലാരും ഇവിടെ കണ്ടപ്പോ ടീച്ചറേ ടീച്ചറേ ആണോ? എനിക്കും അങ്ങനെ തോന്നി. ടീച്ചറാണ് ഈ പേരൊന്നും മാറേണ്ടി വരും. എന്തോ നിർമ്മല ടീച്ചർ. അഖേദി അല്ല, ഒരു ടീച്ചറെ. പേരുണ്ടായിരുന്നു, എല്ലാരും മറന്നു. എന്തായിരുന്നത്? ഫീലു. ഫീലു. ആ, ശരിയാ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ. ഈ സാരിയെ കൊടുത്ത് വന്നെങ്കിലും ആ ശബ്ദം പാടുമ്പോ ആ ശബ്ദത്തിലൊരു നിഷ്കളങ്കത, ഒരു കുട്ടിത്തം ഉണ്ട് എപ്പോഴും. ആ കുട്ടിത്തം വിട്ടു മാറിയിട്ടില്ല ഇപ്പോഴും ആ ശബ്ദത്തിൽ നിന്ന്. പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പല്ലവി കഴിഞ്ഞിട്ട് വന്ന തുണ്ടു പല്ലവിയിലുള്ള ആദ്യമേ മലരണിഞ്ഞു ആദ്യമായി, അത് കുറച്ച് പെർഫെക്റ്റ് ആവണമെന്ന് എനിക്ക് തോന്നി. പല സ്ഥലങ്ങളിലും കുറച്ച് ശ്രുതി ഇങ്ങനെ എത്താനുണ്ട്, ഇങ്ങനെ എത്തിപ്പിടിക്കണ പോലെ തോന്നുന്നുണ്ട്. ഫീലു ഓക്കെ. ഓക്കെ, അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ശ്രുതി ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും.
പിന്നെ അതേപോലെ ഉം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ എന്താണ്? ടീച്ചറിന്റെ കാര്യം, ഇംഗ്ലീഷ് ടീച്ചറിന്റെ അതെ, അതെ. സിംഗിൾസിന്റെ കാര്യം. ആ. ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ താരും തളിരും പാടിയപ്പോ ടീച്ചറിന്റെ ഫേവറേറ്റ് പാട്ടായിരുന്നു. yes. അപ്പൊ ഇന്നലെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇവിടെ ഫേമസ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചു. സ്കൂളിൽ പോയപ്പോ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഗേതി പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചു പറഞ്ഞോലോ. ഇതിനിടയ്ക്ക് അമ്മയും മോളും ചേർന്ന് പാടിയത് വളരെ വൈറലായെന്ന് കേട്ടു അല്ലേ? നമ്മുടെ ഈ ഫീലും ഉണ്ടല്ലോ ഭയങ്കര സെലിബ്രിറ്റിയാ. സെലിബ്രിറ്റി ആണോ? എവിടെ പോയാലും. ഓ. അതുപോലെ ഇപ്പോ ഫിലുവിന്റെ അമ്മയും സെലിബ്രിറ്റിയാ. സെലിബ്രിറ്റി ആണോ? എവിടെ പോയാലും. അടുത്തിടെ ഒരു മരണ വീട്ടിൽ പോയി. അത് ശരിയാണ്. ഇപ്പം മരണ വീട്ടിൽ പോയാലും കല്യാണത്തിന് പോയാലും ട്രെയിനിൽ വരുമ്പോഴും ഒക്കെ ഇവരെ തിരിച്ചറിയുന്നു. നേരത്തെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയല്ലേ, വിജയുടെ ഭാര്യ ജയശ്രീ, ഇപ്പോ ജയശ്രീയുടെ ഭർത്താവ് വിജയ്, അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ആദ്യം അക്കുമോട് അച്ഛൻ എന്ന് പറഞ്ഞു തുടങ്ങി, ഇപ്പം ജയയുടെ ഭർത്താവ്. ഭർത്താവ്. അത് ചോദിക്കാൻ തുടങ്ങി. എന്തായാലും എനിക്ക് നല്ല അഭിമാനമുണ്ട്. അങ്ങനെയൊന്നുമില്ല, പുള്ളിക്കാരത്തി പറയണം. താങ്ക്സ്. കൂടുതൽ അറിയപ്പെടാൻ സാധിച്ചത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ പ്രണയം. അതെ, ഐ ലവ് യു. അതാണ്. വെരി നൈസ്. അപ്പൊ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോഴേ വേറൊരു പാട്ടിന്റെ ഒരു ഓർമ്മ വന്നു എനിക്ക്. ഏത് പാട്ടാണ്? അത് ഞാൻ നോക്കട്ടെ, പാടി നോക്കട്ടെ. ദൂരെയൊരു താരം, താഴെയൊരു തീരം, ദൂതിനൊരു കാണാ. ദൂരെയൊരു താരം, താഴെയൊരു തീരം, ദൂതിനൊരു കാണാ. കാറ്റുകളഹംസം ചില്ലുവെയിലായാലും രാത്രി മഴയായാലും നിന്റെ കിളിവാതിൽക്കൽ വന്നു വിളിക്കാമെന്റെ മുത്തേ. ഏകാന്തമാ ഈ സന്ധ്യയിൽ പ്രേമാർദ്രമാ ഈ വേളയിൽ. ദൂരെയൊരു താരം, താഴെയൊരു തീരം, ദൂതിനൊരു കാണാ. കാറ്റുകളഹംസം. ഇങ്ങനൊരു പാട്ടിന് ഫീലൂന് കിട്ടേ. എന്റെ ഫീലുവേ. ഓക്കെ, അപ്പൊ മാർക്കിലേക്ക് പോവാം. സോ ഇന്ന് അഗൈതി കുട്ടിക്ക് 96.25 on 100. All the best. Thank you. ആര്യ ചേച്ചി, എന്തോ ഇനി ഏത് റൗണ്ടാ വരാൻ പോകുന്നത്? പെർഫോമൻസ്. ഇതെന്താ ഡോറയുടെ പറയാണോ? അല്ല, എനിക്ക് ഈ റൗണ്ട് വരുമ്പോ ഭയങ്കര ആവേശം വരും. ഒരു എന്തെന്നില്ലാത്ത സന്തോഷം അല്ലേ? അതെ. അങ്ങനെ ടോപ്പ് സിംഗറിൽ ഒരുപാട് സിദ്ധിയുള്ള നമ്മുടെ സിദ്ധു കുട്ടി എത്തുന്നു പെർഫോമൻസ് റൗണ്ടുമായിട്ട്. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി ഓൺ സ്റ്റേജ്. അയ്യോടാ, ആഹാ. നല്ല ഇത് ഏത് നാട്ടിൽ ഹായ്. ഇത് ഏത് നാട്ടിൽ നിന്നാ? ശ്രീലങ്ക എന്നാണോ? അല്ല, കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് കേരളത്തിൽ. അതല്ല, കോഴിക്കോട്ട് എവിടെയാ? കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് കേരളത്തില്. കോഴിക്കോട് നരിക്കുനി. നരിക്കുനി. അവിടെ നിന്നാണ്. അവിടുത്തെ ആൾക്കാർക്കെല്ലാം സുഖമാണോ? സുഖം. അവരെന്ത് പറഞ്ഞത് സിദ്ധുവിന്റെ പാട്ടിനെ പറ്റി? അടിപൊളിയാണ്, ഇനിയും നല്ലോണം പാടാൻ പറഞ്ഞു. അപ്പൊ വീട്ടുകാരെന്ത് പറഞ്ഞു? ചിരി കണ്ടാലറിയാം സന്തോഷം. അച്ഛനല്ലേ മെയിൻ ക്രിട്ടിക്. അപ്പൊ അച്ഛൻ എന്താ പറയുന്നു? അച്ഛനും നല്ലോണം പാടാൻ. അച്ഛൻ കൊണ്ടുപോവോ വയനാട്? എപ്പൊ കൊണ്ടുപോകും? ശരിയാണല്ലോ, നമുക്കൊക്കെ ഓഫറുള്ളതാണ്. അതെ, നമുക്ക് ഓഫർ കൂടി വരുന്നുണ്ടേ. അപ്പൊ എപ്പോഴാണ് അച്ഛൻ കൊണ്ടുപോകാൻ പോണേ സിദ്ധുവിനെ? അടുത്ത ബ്രേക്കിന് കൊണ്ടുപോകും സാർ. അടുത്ത ബ്രേക്കിന്. അപ്പൊ ഇന്ന് ഏതാ പാട്ട്? കാത്തിരിപ്പൂ കുഞ്ഞിരിപ്പൂവ്. കാത്തിരിപ്പൂ. ആ പാട്ടാ? ആഹാ, കൊള്ളാലോ. വെരി ബ്യൂട്ടിഫുൾ സോങ്. അതെ. ശ്യാം സാറിന്റെ അല്ലേ? ലിറിക്സ് കാവാലം നാരായണ പണിക്കർ സാർ. ഓക്കെ. സിനിമ ആരൂഢം. ഏത് വർഷം? 1983. വെരി ഗുഡ്. 1983. വെരി ഗുഡ്. താങ്ക് യു. All the best. ഓൾ ദ ബെസ്റ്റ്. ഇത് കുട്ടി. താങ്ക് യു.
സിദ്ധു ആ. നമ്മളെ പാടി മയക്കാണ് കേട്ടോ. ആദ്യം ലാല ലാല പാടി. അപ്പൊ ഞാൻ വിചാരിച്ചാ ഇത് കുഴപ്പമില്ലായിരിക്കും. അപ്പൊ ഉണ്ട് മയക്കി. പിന്നെ വെറും പൂവെന്ന് പറഞ്ഞപ്പോ അത് വെറും ഒരു പൂവാണെന്ന് വിചാരിച്ചു. അല്ല, അപ്പോഴും മയക്കി. പിന്നെ എവിടെയൊക്കെ മയക്കി? സ്വപ്നം കണ്ട് മയക്കി, പൊന്നും തുമ്പിയായിട്ട് വന്ന് മയക്കി, പിന്നെ കണ്ടില്ലെന്നോ എന്ന് പറഞ്ഞ് മയക്കി, വീണുമില്ല എന്ന് പറഞ്ഞ് മയക്കി, പിന്നെ പുഞ്ചിരിയും കൊഞ്ചലുമായി വന്ന് മയക്കി. മൊത്തം മയക്കി. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് പ്രതീക്ഷിച്ചില്ലല്ലേ? ആ, അതാണ്. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കൈയടിച്ചു പോവും, നമ്മൾ എണിച്ചു നിന്ന് പോവും, പിന്നെയും കൈയടിച്ചു പോവും. കേട്ടാ, സൂപ്പറായിരുന്നു. ഈ പാട്ട് പ്രത്യേകിച്ചും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ശ്യാം സാറിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കോമ്പോസിഷൻസ് ആണ്. അത് കാവാലം സാർ എഴുതിയിരിക്കുന്ന, നമ്മള് 1980s ഏതോ ഒരു ഗ്രാമത്തിൽ നമ്മൾ പോകും. ഈ പാട്ട് കേൾക്കുമ്പോ അപ്പൊ പോകും. അതിൽ ജാനകി അമ്മയുടെ വോയിസ് പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങനെ ക്യാച്ച് ചെയ്യും. അതുപോലെയാണ് ഈ കുഞ്ഞരി പൂവ് ഇവിടെ പാടി അത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത് കേട്ടോ. ആ, ജാനകി അമ്മ പാടുമ്പോഴുള്ള ചില കൊഞ്ചൽ അല്ലേ? എവിടെയൊക്കെയാണ് കൊഞ്ചിയത്? പുഞ്ചിരിയും ചരണത്തില്. കണ്ണീരിൽ ചാലിച്ച പുഞ്ചിരിയും കൊഞ്ചലുമായി. ആ പുഞ്ചിരിയിൽ ആ പൂ എന്നുള്ള ആ ഒരു ഭാഗത്ത് ചിരി കൊടുത്തു. അത് സൂപ്പർ ആയിരുന്നേ, മിടിക്കാണ്. അതുപോലെ ഓ എന്ന് പാടിയത്. ഓ, അതെ, അത് ഭയങ്കര ഒരു ബേർഡ് കോൾ പോലെ അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്ന് പാടിയ. ആ, പിന്നെ രണ്ടാമത് സബാഷ്, അതാണ് ടാലന്റ്. ആ, അതെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, അതെങ്ങനെ അവതരിപ്പിക്കുന്നു, അളവ് കൃത്യമായിട്ട്. അത് ഫ്ലൂട്ടിലൊക്കെ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ബേർഡ് കോൾ പോലെ അത് തോന്നുന്നുണ്ട്. അത് വണ്ടർഫുൾ ആയിരുന്നു കേട്ടോ. അപ്പൊ ആകെ മൊത്തം ടോട്ടൽ അടിച്ച് പൊളിച്ച്. കേടാ സിദ്ധുക്കുട്ടി, എനിക്ക് സിദ്ധുക്കുട്ടിയുടെ കോൺഫിഡൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്രാവശ്യം. അത് എനിക്ക് തോന്നുന്നു മുന്നേ ഉള്ള എല്ലാ പെർഫോമൻസും വെച്ച് നോക്കുമ്പം സിദ്ധു പെർഫോം ചെയ്തതിൽ എൻ്റെ വൺ ഓഫ് ഫേവററ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെ ഞാൻ ഈ പെർഫോമൻസിനെ കാണും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ആ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ എനിക്ക് സമാധാനമാണ്. ആ, ഈ പാട്ട് ഇവിടെ പൊളിക്കും അല്ലേ? ഭയങ്കര രസമുണ്ട്. നല്ല രസമുള്ള കോസ്റ്റ്യൂം, അതുപോലെ നല്ല ഭംഗിയിൽ പാടി കേട്ടോ. അടിപൊളിയാണ്. സിദ്ധലക്ഷ്മി, എന്തെങ്കിലും സിദ്ധി കിട്ടിയിട്ടുണ്ടോ? ആ, നന്നായിട്ട് വളരെ നന്നായിട്ട് പാടുന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും വരം സിദ്ധി അതുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ നിക്കുന്നേ? അതെ അല്ലേ? യെസ്. അപ്പൊ എന്തോ സിദ്ധി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പാട്ട് ഇങ്ങനെ പാടാൻ പറ്റില്ല അല്ലേ? നന്നായിട്ട് പാടി. എനിക്ക് ആ ജാനകിയമ്മ പാടുന്ന പോലെ തന്നെ ആ ഒരു ഫീല്, ആ ഒരു കൊഞ്ചല്, അതൊക്കെ എനിക്കിവിടെ കിട്ടി. പിന്നെ ശ്രുതിയുമാണെങ്കിലും ശ്രുതിയും മാക്സിമം ശ്രുതി ശുദ്ധമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ആകെ സെക്കൻഡ് ചരണത്തിലെ ലാലാല തുടങ്ങുമ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട്, അത് അത്ര വലിയ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് പാടി ആ ഒരു സ്ഥലത്ത് കൊഞ്ചി പാടിയതും നേരത്തെ ഇപ്പൊ പാടിപ്പിച്ചില്ല, എം ജി ഞങ്ങൾ പാടിപ്പിച്ചില്ല, അതൊക്കെ ടൈമിങ് ഒക്കെ വളരെ വളരെ നല്ല ക്യൂട്ടായിരുന്നു കേൾക്കാൻ. വളരെ സന്തോഷം. നല്ലൊരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടന്? സാർ, എനിക്കൊരു കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമായിരുന്നു. അത് കോഴിക്കോട് ഞങ്ങളൊരു മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നു സാർ. അപ്പൊ അതിൽ ഞാനിങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു മോളടുത്ത്, നന്നായി പാടുകയാണെങ്കിൽ ഞാനൊരു ബിരിയാണി ഒക്കെ വാങ്ങിത്തരാൻ. അങ്ങനെ വരുന്ന വഴിക്ക് അന്ന് മോള് നന്നായിട്ട് പാടുകയും ചെയ്തു സാർ. പാടിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. അങ്ങനെ കുറെ ഷോപ്പുകളൊക്കെ അങ്ങനെ ക്രോസ് ചെയ്ത് പോയി. എനിക്കാണെങ്കിൽ മോളടുത്ത് പറയാനും പറ്റുന്നില്ല ഈ സംഭവം. അങ്ങനെ ശരിക്കും പറയാൻ അന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ ഈ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് സാർ. അങ്കിൾ ഒരു 5-6 ബിരിയാണി വാങ്ങിച്ചല്ലേ? ഇപ്പൊ തന്നെ ബിരിയാണി തന്നല്ലോ, കഴിക്കോ? എങ്കിൽ ഇതാ പോരട്ടെ ബിരിയാണി. ബിരിയാണി അല്ലേ, ഒന്ന് കാണട്ടെ ആ സൗന്ദര്യം. യെസ്, നല്ല കോഴി ബിരിയാണിന്റെ മണം അല്ലേ? അച്ഛൻ്റെ ബിരിയാണി ഒരു ഉരുള. ഞാനും ഭയങ്കര ബിരിയാണി അഡിക്റ്റ് ആണ് കേട്ടോ. എവിടെ പോയാലും ബിരിയാണി അന്വേഷിച്ചു. ഒരു അവാർഡ് ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും ബിരിയാണി അന്വേഷിച്ചു പോയി ഹൈദരാബാദിൽ. അവസാനം
നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് 2 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. ആ രീതിയിൽ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം ഒരു ബിരിയാണി കഴിക്കുന്നതിന്റെ ഒരു വേദന. സൂപ്പർ സൂപ്പർ. ബിരിയാണി കിട്ടി, ഇനി മാർക്ക്. ഓക്കെ, ഹിയർ കംസ് ദ വാൻഡ്, ദ മാജിക് വാൻഡ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 for Sidhu today. ഒരങ്ങനെ ഒരു മധുരമഴ. ആദ്യമായിട്ടല്ലേ ഈ 100 എന്ന് പറയണേ? എന്ത് തോന്നുന്നു? അങ്ങനെയല്ലേ ചോദിക്കുന്നത്, ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്നത് എന്ത് തോന്നുന്നു? സന്തോഷം, അത്രേ ഉള്ളൂ. അതാണ് മോള് അത് ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അതിന്റെ സന്തോഷം നിറയുമ്പോഴത്തേക്കും നമുക്ക് വാക്കുകൾ വരില്ല. സൂപ്പർ. അപ്പൊ ചേട്ടന് ഹാപ്പി അല്ലേ? അന്ന് നമുക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ അന്ന് വാങ്ങിക്കൊടുത്തില്ല എന്നല്ലേ വാങ്ങിക്കൊടുത്തില്ല, കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് അതെല്ലാം പറ്റിയില്ലേ അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു ചക്ര. ബൈ, ടാറ്റാ. ഗുഡ് നൈറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. MJ അങ്കിൾ, ഇപ്പൊ വരാൻ പോകുന്നത് നമ്മുടെ ശിവകാമി കുട്ടിയാണ്. ഒരു സൂപ്പർ പാട്ട് കേട്ടാലോ നമുക്ക് ശിവകാമി കുട്ടിയുടെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ശിവകാമി കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ഇത് കുട്ടിയല്ല കേട്ടോ, ശിവകാമി കുട്ടിയല്ല. ഇത് വലിയൊരു സ്ത്രീയല്ലേ വരുന്നത്? സ്ത്രീ, അതെ. വീണ്ടും അടുത്ത ടീച്ചർ വന്നു നമ്മുടെ ടോപ്പ് സിംഗറിലേക്ക്. ഇത് ഏത് ടീച്ചറാ? ഹായ് ടീച്ചർ. ഇത് ശിവകാമി മാഡം ആണ്. പക്ഷെ ഈ സാരി കൊള്ളാട്ടോ, നല്ല രസമുള്ള സാരി അല്ലെ, നല്ല ഭംഗിയുള്ള സാരി. നല്ല ഡിസൈൻ അത് അതിന്റെ. തൊടാൻ എന്ത് സുഖാന്നറിയാം. ഷിഫോൺ ആണോ? അതൊന്നും എനിക്ക് അറിയത്തില്ല. പറയേണ്ടി വരും. അതെ, നല്ല സോഫ്റ്റാ ആണല്ലേ? അപ്പൊ അത് തന്നെ ആയിരിക്കും. ആയിരിക്കും. ഏത് പാട്ടാ പാടാൻ പോണേ? കാദംബരി പുഷ്പ സദസ്സിൽ. വലിയ പാട്ടൊക്കെയാണ് എടുത്തോണ്ട് വരുന്നത്. അതെ, ഡീറ്റെയിൽസ്. സിനിമ ചുക്ക്, സംഗീതം ദേവരാജൻ മാസ്റ്റർ, വരികൾ വയലാർ രാമവർമ്മ സാർ, വർഷം 1973, പാടിയത് സുശീലമ്മ. വെരി ഗുഡ്, വെരി നൈസ്. മണി 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 പോലെ പറയാം. അതെ അതെ, ഇനി മണി പോലെ പാടുകയും ചെയ്യാം അല്ലേ? അല്ലേ, റെഡി അല്ലേ? റെഡിയാണ്, റെഡി ആയിട്ടാണ് ഓൾറെഡി റെഡി. ഓൾ ദി ബെസ്റ്റ്. എവർ റെഡി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാദംബരി പുഷ്പ സദസ്സിൽ കൗമാ
വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വെച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണും. ഇവിടെ റീലിട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞിൻ്റെ. അപ്പോൾ അമ്മ സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പോയപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. ശിവകാമി, അലർജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടണേ. ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ പേര് ഏറ്റവും അവസാനം വരും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ അതിൽ ശിവകാമി കുട്ടിയെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചതും പ്രാർത്ഥിച്ചതും. എൻ്റെ പ്രാർത്ഥന എന്താ വെച്ചാൽ, ഇത്രയധികം ടാലൻറ്റ് ഈ കുഞ്ഞിന് കൊടുത്തിട്ടില്ലേ ഈശ്വര, പാടാനായിട്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കി കൊടുക്കരുതേ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എവിടെ നിന്നോ അത്തരം പ്രാർത്ഥനകളൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി ഉണ്ട്, ഇഷ്ടം പോലെ. ഇത് കാണുന്ന എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഈ കുഞ്ഞ് പാടിക്കൊണ്ടേയിരിക്കണം, നിരന്തരം പാടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പാടേണ്ട ഒരു കുട്ടിയാണെന്ന് തെളിയിക്കുന്ന ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു ഇവിടെ. തീർച്ചയായിട്ടും അതെ. ആ കണ്ടില്ലേ, ഒരു ചിരി കണ്ടില്ലേ? നോക്കട്ടെ 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 ചിരി. ആ അപ്പോ ഈ പാട്ട് ദേവരായ മാസ്റ്ററുടെ പാട്ടാണ്. അത് ദേവരായ മാസ്റ്ററുടെ ഗാനമേളകൾക്ക് പാടി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. മാധുര്യമ്മ പാടിയിട്ടുണ്ട് ഒരിക്കൽ, എൻ്റെ ഓർമ്മയുണ്ട്. വേറെ ചില പാട്ടുകാരും പാടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മാസ്റ്റർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കേൾക്കാനുള്ള, ദൂരം നിന്നെങ്കിലും കേൾക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ ദൂരം നിന്നുകൊണ്ടാണ് ഇപ്പൊ ആ സീറ്റിൽ അവിടെ ഇരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നതും നമ്മുടെ മക്കളുടെ പാട്ട് കേൾക്കാനും പറ്റുന്നതും. ഇപ്പൊ ശിവകാമി ഒരു എക്സ്ട്രോർഡിനറി ടാലന്റ് ആണ്. അതെ അതെ. ആ ഒത്തിരി ഒത്തിരി നമുക്ക് വിവരിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് വിവരിക്കാൻ പറ്റില്ല ടാലന്റ് എന്താണ്. കാരണം നമ്മൾ കൊടുത്തതല്ല, അത് കിട്ടുന്നതാണ്. ആർക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരു ഇഞ്ചക്ഷൻ, ടാലന്റിന്റെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് നാച്ചുറലായിട്ട് വരണം. അപ്പൊ അങ്ങനെ നാച്ചുറലായിട്ട് വന്നിരിക്കുകയാണ് ഇത്. അത് ചരണങ്ങളൊക്കെ പാടിയെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും സെക്കൻഡ് ചരണം പാടിയതുണ്ടല്ലോ, കണ്ണ് നനയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അതെ അതെ തീർച്ചയായിട്ടും. അത് അത്രയ്ക്ക് ടാലന്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ തൊടാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ചെറു വയസ്സിൽ അതിനെ ഇങ്ങനെ എൻഗേജ് ചെയ്ത് നമ്മളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറി വന്നിരിക്കുന്ന പാട്ടാണ് നമ്മുടെ ശിവകാമിയുടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ബ്ലെസ്സിംഗ്സ്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കഴിവാണ് നമ്മുടെ ശിവകാമിക്കുള്ളത്. കാരണം ഇത്രയും ഈ കുഞ്ഞു പ്രായത്തിൽ ഒരു പാട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും, ഓരോ മുക്കും മൂലയും എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ സംഗതികൾ, അതിൻ്റെ ന്യൂവാൻസസ്, അതിൻ്റെ ആ കൊടുക്കുന്ന ഫീല്, എല്ലാം അതുപോലെ ഒപ്പിയെടുത്ത് ഇവിടെ വന്ന് പാടുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ടാലൻ്റാണ് നമ്മുടെ ശിവകാമിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ഇപ്പോൾ കണ്ടസ്റ്റൻസിൽ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസുകളിൽ ഒരാളാണ് നമ്മുടെ ശിവകാമിക്കുട്ടി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പാട്ട് പാടിയത് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സത്യം, ശരിക്കും അല്ലേ? അതെ 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 ശരിക്കും. അപ്പൊ എന്തായാലും ആളൊരു നിസ്സാരക്കാരിയല്ല. നല്ല ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. മകളെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. നമ്മുടെ ശിവകാമിക്കുട്ടി നല്ലോണം പാട്ട് പാടും, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അതൊക്കെ നമുക്കറിയാം, നമ്മളിവിടെ എപ്പോഴും കാണുന്ന ആളാണ് ശിവകാമി. വേറൊരു കാര്യവും കൂടെ ഉണ്ട്. അത് നമുക്ക് പലർക്കും അങ്ങനെ ഇവിടെ നമ്മൾ സ്റ്റേജിൽ നിന്ന് കാണുന്ന പരിചയമല്ലേ ഉള്ളൂ. നമുക്കറിയാൻ പറ്റിയത് ശിവകാമിക്കുട്ടിക്ക് വീട്ടിൽ ഒറ്റ ഫോണേ ഉള്ളൂ. അപ്പൊ പാട്ട് പഠിക്കാനും അമ്മയ്ക്കും അച്ഛനും ഫോൺ വിളിക്കാനും ഒക്കെ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ചേട്ടൻ ജോലിക്ക് പോകുമ്പം ചേട്ടൻ അത് കൊണ്ടുപോകും. അപ്പൊ തിരിച്ചു വരുന്നവരെ ശിവകാമിക്കുട്ടി എത്ര ലേറ്റ് ആയാലും പാട്ട് പഠിക്കാതെ കുഞ്ഞു നോക്കിയിരിക്കും ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്. അപ്പൊ ഫ്ലവേഴ്സ് ഇവിടുന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു ഫോൺ വാങ്ങിയിട്ട് ശിവകാമിക്കുട്ടിക്ക് കൊടുക്കും. ശിവകാമിക്കുട്ടി, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവിടുന്ന് അറിയാതെ എഴുന്നേറ്റ്
ഇങ്ങനെ വന്ന് നിന്ന് പോവുകയാണ്. എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുക. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ശിവകാമി കുട്ടീനെ. മുന്നേ പാടിയ ഓരോ പാട്ടും ചെവിയിൽ ഇങ്ങനെ കേൾക്കാം, എപ്പോഴും കേൾക്കാം. അതിൻ്റെ കൂടെ പ്ലസ് ഈ പാട്ടും കൂടെ ഇപ്പൊ നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു പാട്ടും കൂടെ ശിവകാമി കുട്ടി നമുക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുക എന്ന് പറയാം. അതെ അതെ. അല്ല ഇപ്പൊ ഈ മീനൂട്ടി പറഞ്ഞപ്പോഴാണ് ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ പാട്ടൊക്കെ പഠിക്കണത്. എന്നിട്ടും ഈ ഇവിടെ വന്ന് പെർഫോം ചെയ്യണത് നോക്കണം. അതാണ് വലിയ കാര്യം. അതെ അതെ. അപ്പൊ ഈ പാട്ട് ഇപ്പൊ പാടിയതില് നമുക്ക് ഇംപെർഫെക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഈ വയസ്സിൽ ഈ പാട്ട് ഇങ്ങനെ പാടുന്നതിന് ഒരൊറ്റ മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100. ഒരെണ്ണേ ഒരു മധുരമഴ. കൂട്ടുകാർക്കൊക്കെ കൊടുത്തോ? ഓക്കെ അല്ലേ? ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം എല്ലാവർക്കും. കിഴിയൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. അല്ല, ഷീ ഡിസേർവ്സ് ഇറ്റ്. അതെ. ഷീ ഡിസേർവ്സ് Yes, yes. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്. അങ്ങനെ പറയാം. എല്ലാവർക്കും അറിയായിരിക്കും ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ശിവകാമി കുട്ടിയാണ്. നമ്മുടെ 3 ജഡ്ജസും ചേർന്ന് ശിവകാമി കുട്ടിക്ക് ഗിഫ്റ്റ്. ശിവകാമി കുട്ടിക്ക് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ശിവകാമി കുട്ടിയുടെ അച്ഛനെ അമ്മയാണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്, വർത്താനം പറയുന്നതാണ്. അനിയൻകുട്ടൻ ഭയങ്കര ഹാപ്പിയായി. അവരെല്ലാം സന്തോഷം കൊണ്ട് കരയുക. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ശിവകാമി കുട്ടി ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാർക്ക് കാണുമ്പോഴും ഒക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇനി ഒത്തിരി എപ്പിസോഡുകളിൽ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കമൻസ് കിട്ടാനും നല്ല മാർക്ക് വാങ്ങാനും ഒക്കെ നമ്മുടെ ശിവകാമി കുഞ്ഞിന് പറ്റട്ടെ. ആ സന്തോഷത്തോടു കൂടി, അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു. ടാറ്റാ, ഗുഡ് നൈറ്റ്.